السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تمش في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. صدق الله مولانا العظيم. إن الله لا ينظر يوم القيامة من جر إزاره بطرا. صدق رسوله الأمين. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവിനെയും ആഖിറത്തിനെയും തകർത്ത് കളയുന്ന അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ നിന്ന് ഒരു അടിമയെ ദൂരത്താക്കി കളയുന്ന, അല്ലാഹുവും അവൻ്റെ സൃഷ്ടിജാലങ്ങളും അങ്ങേ അറ്റം വെറുക്കുന്ന, ഈമാനിനെപ്പോലും തകർത്ത് തരിപ്പണമാക്കി കളയുന്ന കിബിറെന്ന, അഹങ്കാരമെന്ന മനോവ്യാധിയെക്കുറിച്ചാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു കാര്യം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൊണ്ട് നമ്മൾ ഇവിടെ അടിവരയിട്ട് പ്രഖ്യാപിച്ചു. അതെന്താണ്? ഈ ഭൂമിയിൽ ജീവിതകാലത്ത് അഹങ്കരിച്ച് നടക്കുന്നവർക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും വമ്പൻ പരാജയം വന്നെത്തുകയും അവർ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ അവസാന യാമങ്ങളിലെങ്കിലും നാണം കെട്ട് മരിച്ചു പോകേണ്ടുന്ന ദുരവസ്ഥ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഖുർആനിൻ്റെ വെളിച്ചത്തിൽ, സ്വഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മളിവിടെ പറഞ്ഞു. ഈ ഒരു പാഠം നമുക്ക് മനസ്സിലാകാൻ പാകത്തിലുള്ള തത്വോപദേശങ്ങൾ, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, ചരിത്ര സംഭവങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ധനം കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ പതനം നമ്മൾ പറഞ്ഞല്ലോ. ഇനി അധികാരം കൊണ്ട് അഹങ്കരിച്ച നമ്രൂദിന്റെ പതനവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചന നൽകുന്നുണ്ട്. മഹത്തുക്കളായ മുഫസ്സിറുകളും ചരിത്രകാരന്മാരും അധികാരത്തിന്റെ ഗർവിൽ അഹന്ത നടിച്ച, അഹങ്കാരം നടിച്ച നമ്രൂദിന്റെ പതനത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് നമ്രൂദ് രാജാവ്.
അദ്ദേഹം നാട് വാണിടുന്ന കാലത്ത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചരണവുമായി അള്ളാഹുവിലേക്ക് അന്നുള്ള ജനതയെ വിളിക്കാൻ വേണ്ടി നിയുക്തരായി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രംഗപ്രവേശനം ചെയ്തു, കടന്നു വന്നു. ഏക ഇലാഹായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വാർത്ത അധികാരത്തിന്റെ ഹുങ്കിൽ ജീവിച്ചിരുന്ന, അധികാരത്തിന്റെ ഗർവ് പ്രകടിപ്പിച്ചിരുന്ന നമ്രൂദ് ചക്രവർത്തി അറിഞ്ഞപ്പോൾ ഖലീലുള്ളയെ വിളിച്ചു വരുത്തി തർക്കിക്കുകയാണ് ആ ദുഷ്ടൻ. ഈ സംഭവം അങ്ങനെ തന്നെ ഖുർആനിന്റെ താളുകളിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിക്കാൻ വന്ന നമ്രൂദിന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അധികാരത്തിന്റെ അഹന്തമൂത്ത നമ്രൂദ് ചോദിച്ചു, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹു, ഈ പരിചയപ്പെടുത്തുന്ന അള്ളാഹു റബ്ബ് ആരാണ്? ആരാണോ ഒരു പുതിയ റബ്ബ്? ഞാനല്ലാത്തൊരു റബ്ബോ? ആരാണോ ഒരു പുതിയ അള്ളാഹു ദൈവം എന്ന് ചോദിച്ചപ്പോ ഫഖാല റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചക്രവർത്തിയായ നമ്രൂദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ നാഥൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്, അതാണ് എന്റെ റബ്ബ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട നമ്രൂദ് പറഞ്ഞ, അതാണ് ഇപ്പൊ ഇത്ര വലിയ സംഭവം? അതാണോ ഇത്ര വലിയ സംഭവം? അന ഉഹ്യീ വ ഉമീത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ചക്രവർത്തി നമ്രൂദ് രാജാവ് പറഞ്ഞു, അതാണോ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബോ? അന ഉഹ്യീ വ ഉമീത്, അത് എനിക്ക് പറ്റുന്ന കാര്യമാണല്ലോ. എന്നിട്ട് ജയിലറയിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന 2 ക്രിമിനലുകളെ, കുറ്റവാളികളെ ഹാജരാക്കാൻ വേണ്ടി നമ്രൂദ് രാജാവ് ഉത്തരവിട്ടു ഉദ്യോഗസ്ഥന്മാർക്ക്. അവർ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. 2 ആള് കൊണ്ടുവരൂ അവരെ കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ചക്രവർത്തിയുടെയും ഇടയിൽ കൊണ്ടുവന്ന് ഈ 2 കുറ്റവാളികളെ നിർത്തിയിട്ട് നമ്രൂദ് ചോദിച്ചു, ഇവരിൽ ഒരാളെ ഞാൻ വധിച്ചാൽ, ഒരാളെ ഞാൻ വെറുതെ വിട്ടാൽ ഫഅന ഉഹ്യീ വ ഉമീത്, അപ്പൊ ഞാൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആയില്ലേ? ഒരാളെ ഞാൻ കൊന്നു മരിപ്പിച്ചു, മറ്റാളെ മരണം കാത്തു കിടക്കുകയാണ്, ഞാൻ വെറുതെ വിട്ടു, ജീവിപ്പിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആശയം ഇതല്ല. ഇത് ഈ വിഡ്ഢിക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ധിക്കാരമാണ്. ഒരു പിടുത്തം പിടിച്ചപ്പോ ആ പിടിയിൽ നമ്രൂദ് ഒതുങ്ങി തന്നില്ല. അപ്പോ അതിലും കനത്ത ഒരു പിടിയാ പിന്നെ പിടിക്കണത്. തോൽക്കല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ പോയിന്റ്, നിർജീവ വസ്തുവിന് ജീവനിട്ടവൻ, ജീവനുള്ളതിനെ മരിപ്പിച്ചവൻ എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. പക്ഷെ ഇവനെ ഇവിടെ അവതരിപ്പിച്ചത് മറ്റൊരു തലമാണ്. അവിടെ പിടി ഒതുങ്ങാതെ വന്നപ്പോ അടുത്ത പിടുത്തം പിടിച്ചത് ഒരു 1.5 പിടുത്താണ്. എന്റെ റബ്ബ് മശ്രിഖിൽ നിന്ന് സൂര്യനെ ഉദിപ്പിച്ച് മഗ്രിബിൽ അസ്തമിപ്പിക്കുന്നവനാണ്. കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവന്ന് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നവനാണ് എന്റെ റബ്ബ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യനെ ഒന്ന് ഉദിപ്പിച്ച് കാണിച്ചു താ, എന്നിട്ട് കിഴക്കൊന്ന് അസ്തമിപ്പിക്കൂ നീ. ഫബുഹിതല്ലദീ കഫറ, അല്ലാഹു പറയുന്നു ഈ സംവാദത്തിന്റെ അവസാനം, ഫബുഹിതല്ലദീ കഫറ, അഹന്തയോടെ സത്യനിഷേധം പ്രകടിപ്പിച്ച വ്യക്തി നമ്രൂദ് ചക്രവർത്തി അവിടെ ഉത്തരം മുട്ടിപ്പോയി. പക്ഷെ ഉത്തരം മുട്ടിയാലും വിടൂലല്ലോ. വീണ്ടും അഹങ്കാരത്തോടെ ഗർവോടെ മുന്നോട്ട് പോയപ്പോ പടച്ച തമ്പുരാൻ അധികാരത്തിന്റെ മത്തിൽ അഹങ്കാരം നടിച്ച നമ്രൂദ് ചക്രവർത്തിയെ കൈകാര്യം ചെയ്ത രീതി ഖുർത്തുബിയിലടക്കം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ചരിത്രം അള്ളാഹു അവന്റെ പതനത്തിന്റെ വിവരം കൃത്യമായി പറയുന്നില്ല. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തഫ്സീറുകളിൽ കാണാം. എങ്ങനെ ഉണ്ടായത്? ഫബഅസല്ലാഹു ഇലൈഹി ബഊലതൻ ഫദഖലത് അൻഫഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിസാരജീവിയായ ഒരു കൊതുകിനെ പറഞ്ഞയച്ചു. ഒരു കൊതുക്. ഫദഖലത് അൻഫഹു, ആ കൊതുക് അള്ളാഹു കൊടുത്ത ഡയറക്ഷൻ പ്രകാരം പറന്നു വന്ന് നമ്രൂദിന്റെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ അകത്ത് കയറി. എന്നിട്ട് തലക്കകത്ത് ദീർഘനാൾ താമസിക്കാനുള്ള ആയുസ്സും കരുത്തും അള്ളാഹു കൊടുത്തു. എന്നിട്ട് ഈ കൊതുക് അവിടെ പണി തുടങ്ങി, അവിടെ കടി തുടങ്ങി, അവിടെ മാന്താൻ തുടങ്ങി. അസ്വസ്ഥത കൊണ്ട് നമ്രൂദ് സ്വന്തം തലക്കടിച്ച് ജീവിച്ചു വർഷങ്ങളോളം. എത്ര കൊല്ലം അഹങ്കാരത്തോടെ ഭരണം നടത്തിയോ അത്രയും കാലം ഈ കൊതുക് അകത്ത് കയറിയിട്ട് പണി തന്നെ പണി. ഇയാള് സ്വന്തം തലക്കിട്ട് അടിക്കാണ്. അടി പോരാഞ്ഞിട്ട് അസ്വസ്ഥനായിട്ട് പരിചാരകരോട്, കൊട്ടാരത്തിലെ വേണ്ടപ്പെട്ട ആളുകളോട് ഒന്ന് തലക്കടിച്ച് സഹകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അടുപ്പിച്ചു. ഇത് ഈ അസ്വസ്ഥത കൊണ്ട്. ഇതിന് മരുന്നുടിച്ചിട്ടൊന്നും സുഖാണില്ല. ആളുകളെ കൊണ്ട് തലക്കടിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ രോഗം കൊണ്ട് നിന്ദ്യരായി നിസാരനായി ആ ചക്രവർത്തി ചത്തു മണ്ണടിഞ്ഞ ചരിത്രം സീറ കിതാബുകളിൽ കാണാം. എന്താണ് ഇതിലുള്ള പാഠം? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അഹങ്കരിച്ചാൽ നമ്മെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് അമേരിക്കൻ പട്ടാളത്തിന്റെ ബോംബിന്റെ ആവശ്യമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മിസൈലിന്റെ ആവശ്യം നമ്മെ തകർക്കാൻ അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിനവന്റെ സൃഷ്ടിജാലങ്ങളിലെ നിസാരമായ കുഞ്ഞുജീവി ഒരു കൊതുക്, അതിനെ വിട്ടാ മതി. ഇന്നും അത് അന്നത്തെ കഥ മാത്രല്ല, ഇന്ന് തന്നെ എത്രയോ രോഗാണുക്കളുടെ വാഹകനാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കൊതുകുകൾ. അല്ലേ? ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ, മന്ദരോഗങ്ങൾ, മസ്തിഷ്ക ജ്വരം അടക്കമുള്ള മാരകമായ രോഗാണുക്കളെ വഹിക്കുന്ന വിതരണക്കാരൻ, അത് വഹിക്കുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് കൊതുകാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോ ഈ ഗർവ് ഇങ്ങനെ നടിച്ച് നടക്കുമ്പോ അള്ളാന്റെ പട്ടാളക്കാരൻ ഇവൻ ചുളിവില് വന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കുത്തിപ്പോയാ മതി, ആ ഹെൽത്ത് തകരും, ചിലപ്പോ ജീവൻ തന്നെ പോകും. നമ്രൂദിനെ അള്ളാഹു കൊതുകിനെ കൊണ്ട് കൈകാര്യം ചെയ്തെങ്കിൽ അഭിനവ നമ്രൂദുമാർ, ഓരോ യുഗങ്ങളിലും വരുന്ന ഫറാഴീനുകൾ നമ്രൂദുമാരെ തകർക്കാൻ അള്ളാഹുവിന് കൊതുക് മാത്രം മതി എന്ന മെസ്സേജാണ് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അഹങ്കാരം മാറ്റി വെച്ചേ മതിയാവൂ. അള്ളാഹു കൈകാര്യം ചെയ്യും, ഉറപ്പ്. അള്ളാഹു കാക്കട്ടെ ആ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് നമ്മളെയൊക്കെ. നമ്മൾ കുറെ ആയത്തുകൾ ഈ വിഷയകമായി ഖുർആൻ സൂക്തങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച 5 or 6 സ്വഹീഹായ ഹദീസുകൾ കിബിറിന്റെ കെടുതികളെ, അഹങ്കാരത്തിന്റെ നാശങ്ങളെ പഠിപ്പിക്കുന്ന പുണ്യ റസൂലിന്റെ ഉത്ബോധനങ്ങളായ ഹദീസുകൾ പറഞ്ഞു. ഇനി മഹാന്മാരായ സ്വഹാബാക്കൾ, താബിഉകൾ, മഹത്തുക്കളായ ഇമാമുമാർ എന്താണ് ഖുർആനും സുന്നത്തും പഠിച്ചുകൊണ്ട് നൽകിയ ഉപദേശം, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സയ്യിദുന അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ യഹ്ഖിറന്ന അഹദുൻ അഹദൻ മിനൽ മുസ്ലിമീൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളെ, നിങ്ങൾ ആരും തന്നെ ആരെയും നിസാരരാക്കണ്ട. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ എല്ലാവരും കേട്ടോളൂ. ആരെ പ്രഖ്യാപന അത്? ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരാളെയും നിസാരനായി കാണണ്ട, ഒരാളെയും സ്ഥാനം ഇടിച്ചു താഴ്ത്തണ്ട, നിങ്ങളുടെ കണ്ണിൽ നിസാരമാക്കേണ്ടതില്ല. കാരണം ഫഇന്ന സഗീറൽ മുസ്ലിമീന ഇൻദല്ലാഹി കബീർ. മുസ്ലിമീങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ട വളരെ നിസാരക്കാരനായി ഗണിക്കപ്പെടുന്നവൻ, അപ്രസിദ്ധനായ വ്യക്തി, ഒരു പാവപ്പെട്ട തൊഴിലാളി, സമൂഹത്തിൽ ബാക്ക് സീറ്റിലിരിക്കുന്ന ആള്, എവിടെയും മാന്യനായി ചമഞ്ഞു വരാത്ത പാവപ്പെട്ട ഒരാള്,
പിറകിൽ നിൽക്കുന്ന ആള് ഇൻദല്ലാഹി കബീർ, ഈ പ്രപഞ്ചനാഥന്റെ അടുക്കൽ അവനായിരിക്കും ഏറ്റവും ഉന്നതൻ. അവിടെ ആരെയും നിങ്ങൾ കൊച്ചാക്കാൻ പോകണ്ട. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനാണ്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, ലോകം കണ്ട മഹാജ്ഞാനിയാണ് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. സൂഫി ലോകത്ത് പ്രസിദ്ധനായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാത്മാവ് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരനുമായ മിസ്അബ് എന്നവരെ കാണാൻ പോവാണ് ഒരിക്കൽ. ഇടക്കിടക്ക് അവർ രണ്ടുപേരും ഇരിക്കും, സംസാരിക്കും. മിസ്അബിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മരപ്പടിയിൽ തന്നെ ഒരു ഇരിപ്പിടുണ്ട്. അവിടെ മിസ്അബ് എന്നവർ കാല് നീട്ടിയിട്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അഹ്നഫ് എന്ന സ്നേഹിതനായ ജ്ഞാനി കടന്നു വന്നപ്പം കാലൊന്ന് ചുരുക്കിയേ, ഇരിക്കാനൊരു സ്ഥലം കൊടുക്കുകയോ ചെയ്യാതെ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരുന്നു. എന്തോ അശ്രദ്ധ കൊണ്ടോ എന്തോ. ഇത് പാടില്ല. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ കയറി വരുന്നെങ്കിൽ സ്ഥലം ഉണ്ടാക്കി ആ ആളൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ബസ്സിലൊക്കെ കയറിയാൽ എനിക്കൊക്കെ അനുഭവമുണ്ട്. ചില ആളുകൾ സീറ്റിൽ ഇരിക്കുന്നുണ്ടാവും, 3 ആളെ സീറ്റായിരിക്കും. അങ്ങേരി ഇരിക്കുന്നതിൻ്റെ ആ വിൻഡോ ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ടാകും. ഇപ്പുറത്ത് 2 ആൾ വന്നാൽ മസിൽ പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ആ ഇരിപ്പുകൊണ്ട് എന്താ, അയാൾക്കും സുഖം ഉണ്ടാവില്ല, വന്നിരിക്കുന്നവർക്കും സുഖം ഉണ്ടാവില്ല. ഒന്നപ്പുറച്ചിരിയുടെ നീങ്ങിക്കൊടുത്ത എന്താ കുഴപ്പം, നീങ്ങൂല. അത് ഇങ്ങനെ മസിൽ. സദസ്സിലുണ്ട്. ഇപ്പൊ ജുമഴക്ക് വന്ന് ഒരു 10:30 വന്നിട്ട് അൽക്കഫൊക്കെ ഓതിയിട്ട് ഇക്കാക്ക ഒരു സ്ഥലം കണ്ട് അവിടെ ഇരുന്നതാ. വേറൊരാൾ വന്നപ്പോൾ ഇഷ്ടമായില്ല. അപ്പൊ നേരം വൈകിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് എന്നിട്ട് മസിൽ പിടിക്കുക. ഇത് കിബിറിന്റെ ലക്ഷണം, അഹങ്കാരത്തിന്റെ. മുഅ്മിനിന്റെ ലക്ഷണം എന്താ? അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് ആരെങ്കിലും വന്ന് അപേക്ഷിച്ചാൽ, തഫസ്സഹു ഫിൽ മജാലിസി, സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, ഇരിക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് തരൂ എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ അത് പറയപ്പെട്ടാൽ, ഫഫ്സഹു, നിങ്ങൾ ഗർവോടെ മസില് പിടിച്ചിരിക്കാതെ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തേക്കണം. സീറ്റുകളിൽ, ഇരിപ്പിടങ്ങളിൽ, സദസ്സുകളിൽ കടന്നു വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യും. എവിടെ? അവിടെ ഇച്ചിരി ടൈറ്റായിട്ട് ഇരിക്കേണ്ടി വരും. നിങ്ങളെ സർവമണ്ഡലങ്ങളിലും അള്ളാഹു വിശാലത ചെയ്യും. കുറച്ച് സാമ്പത്തിക ഞെരുക്കാണെങ്കിൽ അത് മതിയാകും. അള്ളാഹു ആ രംഗത്ത് വിശാലത ചെയ്തേക്കാം. നിങ്ങളുടെ ഖബറിൽ വിശാലത ചെയ്തേക്കാം. യഫ്സഹില്ലാഹു ലക്കും ഫിൽ ജന്നത്തി, സ്വർഗ്ഗലോകത്ത് വിശാലമായ സീറ്റ് നിങ്ങൾക്ക് തരും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണത്. ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ തള്ളാൻ നിൽക്കുന്നത് എന്തിനാ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഒതുങ്ങുന്നേ, ഈ ചിന്താഗതി പറ്റൂല. എന്താവട്ടെ, അഹ്നഫ് ഇബ്നു ഖൈസ് മിസ്അബ് എന്നരെ കാണാൻ വന്നപ്പോൾ കാല് നീട്ടിയിരിക്കുക. അഹ്നഫ് എന്ന ഞാൻ എന്ത് ചെയ്തു, ആ കാലൊന്ന് ചുരുട്ടിയിട്ടൊന്ന് തള്ളി വെച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? ഇപ്പൊ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, അപ്പുറത്ത് സീറ്റ് ഉണ്ട്, അപ്പോൾ സ്ഥലം തന്നിരിക്കും, ഒന്നാണ് നീക്കിയിട്ട് അവിടെ ഇരുന്ന് എന്തായിരിക്കും, ഒരൊറ്റ നോട്ടം നോക്കൂലേ? ഈ നോട്ടൊന്നും വലിയ തെറ്റല്ലല്ലോ അല്ലേ? ഒരൊറ്റ നോട്ടം കണ്ട് ഗൗരവത്തോടെ നോക്കി പോവും അല്ലേ? ഈ നോട്ടം നോക്കി ആര്? മിസ്അബ് എന്ന ആള് തൻ്റെ കാലൊന്ന് കൈകൊണ്ട് ഒതുക്കി വെച്ചിട്ട് അഹ്നഫ് എന്നവർ അവിടെ ഇരുന്നപ്പോൾ ഒരൊറ്റ നോട്ടം. ആ നോട്ടം നോക്കിയപ്പോൾ മഹാജ്ഞാനിയായ അഹ്നഫ് എന്നവർ പറയാണ്, അജബൽ ലിബ്നി ആദം യതകബ്ബറു വഹുവ ഖറജ മിൻ മജ്റൽ ബൗലി മറത്തൈൻ. അജബൽ ലിബ്നി ആദം, മനുഷ്യന്റെ കാര്യം എന്ത് ആശ്ചര്യകരമാണ്, അത്ഭുതകരമാണ്. യതകബ്ബറു, അവൻ അഹങ്കരിക്കുകയാണ് മനുഷ്യൻ. ഏത് മനുഷ്യൻ? വഖദ് ഖറജ മിൻ മജ്റൽ ബൗലി മറത്തൈനി, മൂത്രനാളത്തിലൂടെ, മൂത്രത്തിന്റെ കുഴലിലൂടെ 2 തവണ പുറപ്പെട്ട് വന്നവനാണവൻ. എന്നിട്ടും അവൻ അഹങ്കരിക്കുന്നു. എന്തൊരു പുതുമ അല്ലേ? 2 തവണ. ഒന്ന് ബീജാവസ്ഥയിൽ,
പിതാവിന്റെ ഉദരത്തിൽ നിന്ന് ബീജാവസ്ഥയിൽ ഞാനും നിങ്ങളും പുറത്തേക്ക് വന്നത് ഒരു മൂത്രക്കുഴലിലൂടെയായിരുന്നു. മറ്റൊന്ന് ഇൻദൽ വിലാദ, പ്രസവ സമയത്ത് മൂത്രനാളത്തിലൂടെ തന്നെയാണ് ഒരു മനുഷ്യ കുഞ്ഞായി ഓരോ മനുഷ്യനും പിറന്നു വീഴുന്നത്. 2 തവണ മൂത്രനാളത്തിലൂടെ വെളിയിൽ വന്നവൻ അഹങ്കരിക്കുന്നു. ഇതെന്തൊരു പുതുമ! ഞാൻ കാലൊന്ന് ഒതുക്കിനാളപ്പോ ഈ നോട്ടം നോക്കുന്നേ, ഇതാണല്ലോ മനുഷ്യൻ എന്ന ഹനഫ് എന്നവർ ചിന്തിക്കേണ്ട വിഷയമാണ്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു കാര്യം, അൽ അജബു മിൻ ഇബ്നി ആദം, മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുന്നു. വഹുവ യഗ്സിലുൽ ഖർഅ ബിയദിഹി കുല്ല യൗമിൻ മറതൻ ഔ മറതൈൻ, അവൻ ഒരു ദിവസം 1-2 തവണ വിസർജന സമയത്ത് അവന്റെ കൈ കൊണ്ട് മലം കഴുകുന്നു. മുസ്ലിയാരെ അനാവശ്യ പള്ളി പറയല്ലേ, അനാവശ്യമല്ല. നമ്മളെ ഗതികേട്, നമ്മളെ നിലവാരം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞാൻ പറഞ്ഞതല്ല, സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ അധ്യക്ഷൻ, ലോകം ആദരിക്കുന്ന മഹാനായ ഇമാം ഹസൻ ബസരി റഹിമഹുല്ല പറയാണ്, മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. ഒരു ദിവസം മിനിമം 1-2 തവണ അവന്റെ കൈ കൊണ്ട് വിസർജന സമയത്ത് അവൻ ആ വിസർജ്യം കൈ കൊണ്ട് കഴുകുന്നു. എന്നിട്ട് ആകാശത്തിന്റെ അധിപനെ അവൻ ചോദ്യം ചെയ്യാൻ വരുന്നു. ഈ കൈയോണ്ട് ഈ പണി ചെയ്തിട്ട് ആകാശങ്ങളുടെ അധിപനെ ചോദ്യം ചെയ്യാൻ വരിക ഈ ഹംക്ക് എന്നാരാ പറയുന്നത്? ഹസൻ ബസരി റഹിമഹുല്ല. എത്ര സംഭവമുണ്ട്. മുഹമ്മദ് ബിൻ ഹുസൈൻ എന്ന അഹ്ലു ബൈത്തിലെ ഇമാം പറയുന്നുണ്ട്, ഒരു മനുഷ്യനിൽ അഹങ്കാരം കയറി വരുമ്പോൾ അവന്റെ ബുദ്ധി നശിക്കുകയാണ്. ഞാനാണ് ആള്. ഈ ഒരു മൈൻഡ് വന്നാൽ പിന്നെ സുബോധം, നല്ല ബുദ്ധി ഉണ്ടാവില്ല, കെട്ട ബുദ്ധിയെ പിന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കെട്ട ബുദ്ധി, കെടുതി വരും മുമ്പ് കെട്ട ബുദ്ധി വരുന്നൊരു ചൊല്ലുണ്ട്, പഴമക്കാർ പറയും. നിങ്ങളൊരാൾ തകരാൻ പോവുകയാണെങ്കിൽ അതെന്താ വരിക അറിയോ? കെട്ട ബുദ്ധി വരും. ഈ കെട്ട ബുദ്ധിയുടെ കാരണം എന്താ അറിയോ? ഈ ഈഗോ ആണ്, അഹങ്കാരം. മുഹമ്മദ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനിൽ അഹങ്കാരം എത്ര അളവിൽ കയറി അത്ര ബുദ്ധി നശിക്കും. സുലൈമാൻ ബിൻ യാസിർ എന്ന മഹാജ്ഞാനിയോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഏത് ദുസ്വഭാവമാണ് നന്മകളെ മൊത്തം നശിപ്പിക്കുന്ന ദുസ്വഭാവം? ഖുർആൻ പോലും പറഞ്ഞത് നന്മ ഒരു വഴിക്കും തിന്മ ഒരു വഴിക്കും ഉണ്ടെങ്കിൽ, ഈ തിന്മയേക്കാൾ നന്മ കൂടുതലുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഖുർആൻ പറഞ്ഞത്. മുൻതൂക്കം നന്മക്കുണ്ടെങ്കിൽ മാത്രല്ല, ഈ തിന്മകളെ നന്മകൾ മാച്ചു കളയും, ഡിലീറ്റാക്കി കളയും ചെയ്യും. എന്നാൽ നന്മകൾ ഒരിക്കലും ഉപകരിക്കാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ ദുസ്വഭാവിയാകുന്നത് എപ്പോഴാണ്? ആ ദുസ്വഭാവം ഏതാണ്? എന്ത് നന്മ ചെയ്താലും ഫലിക്കാത്ത ദുസ്വഭാവം അത് ഏതാണ് മഹാനെ എന്ന് ചോദിച്ചപ്പോ ഫഖാല അൽ കിബ്റു, അഹങ്കാരമാണത്. അതേതുപോലെ തലയില്ലാത്ത തെങ്ങിന്റെ മുരടിൽ വളമിടുന്നത് പോലെ, തലയില്ലാത്ത തെങ്ങിന്റെ മുരട്ടിൽ വളട്ടിട്ട് കാര്യമുണ്ടോ? ഈ അവസ്ഥയാണ് അഹങ്കാരിയുടെ സൽക്കർമ്മങ്ങൾ എന്ന് സുലൈമാൻ ഇബ്നു യാസിർ റഹിമഹുല്ല പറയുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോ അള്ളാഹ് പറഞ്ഞത് കേട്ടു, റസൂല് പറഞ്ഞത് കേട്ടു, സഹാബാക്കളും താബിഈങ്ങളും ഔലിയാക്കളും ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടു. ഇനി ഇതിൻ്റെ ചില സിഗ്നലുകൾ, ചില അലാമത്തുകൾ, ചില അടയാളങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനസ്സിൽ കുടികൊള്ളുന്ന ഈഗോ എന്ന രോഗത്തിൻ്റെ, അഹങ്കാരമെന്ന് പറയുന്ന ദുസ്വഭാവത്തിൻ്റെ ചില പ്രകടനങ്ങൾ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, വേഷഭാവങ്ങളിലൂടെ പുറത്തു വരും. ഏതൊക്കെയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട 2 ലക്ഷണാണ് ബത്തറുൽ ഹഖ് വംതുന്നാസ്, സത്യത്തെ തള്ളുക, സത്യം അംഗീകരിക്കാതിരിക്കുക, വാക്കുകൊണ്ടും പ്രവർത്തനങ്ങളും കൊണ്ടും സത്യത്തെ വകഞ്ഞു മാറ്റി തള്ളിക്കളയുക, ജനങ്ങളെ പുച്ഛിക്കുക. ഇതിനൊന്നും ഇപ്പോൾ ഉദാഹരണം പറയണ്ട, പാവപ്പെട്ട ജനങ്ങളെ, തന്നെപ്പോലത്തെ ജനങ്ങളെയൊക്കെ പുച്ഛിക്കുന്ന ഇടപാട്, ഇതൊക്കെ ഇതിൻ്റെ അടയാളാണ്. മറ്റൊന്നാണ് താൻ പരിഗണിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം എന്ന ഒരു ആഗ്രഹം. ഇപ്പം ഞാനായിക്കോട്ടെ,
ഒരു സദസ്സിൽ വരുമ്പോൾ ആളുകളൊക്കെ ഒന്നെ ഇളകണം, എന്നെ ബഹുമാനിക്കണം എന്ന കൊതി എനിക്ക്. അങ്ങനെ ആളുകൾ എന്നെ കണ്ട് എണീറ്റ് നിൽക്കുമ്പോൾ ഒരു സുഖം, എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു അസ്വസ്ഥത. ഇത് കിബറിന്റെ ലക്ഷണം. യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ എണീറ്റ് നിൽക്കുമ്പോൾ ബേജാറ, പടച്ചോനെ ഈ ഹംകായ എന്നെക്കുറിച്ച് തിരിയാത്ത ആൾക്കാർ ഈ എണീറ്റ് കിടണ്ടില്ലേ എന്നുള്ള അതായിരിക്കും ഒരു മുഅ്മിൻ ഉണ്ടാകുക. അല്ലെങ്കിലോ പടച്ചോനെ നീ തന്ന സ്ഥാനത്തിന് നാട്ടുകാരൊക്കെ പാടെ ബഹുമാനിച്ച് ഞാൻ എവിടെ എത്തും റബ്ബേ, ഈ ഭയം ഉണ്ടാവുക. തന്നെ പരിഗണിക്കണം, തന്നെ ആദരിക്കണം എന്ന കൊതിയും, ആദരിക്കുമ്പോൾ രോമമുണ്ടെങ്കിൽ രോമാഞ്ചവും അല്ലെങ്കിൽ തോലാഞ്ചവും ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ഇത് കിബറിന്റെ ലക്ഷണമാണ്. ഇതുപോലെ തന്നെ പദവിയിൽ തന്നെ പോലത്തെ ആളുകൾ അല്ലെങ്കിൽ തന്നോട് കിടയൊക്കാത്ത താഴെയുള്ള ആളുകൾ അവരെ അവഗണിക്കുകയും മേലാളന്മാരെ മാത്രം മൈൻഡ് ചെയ്യുകയും ചെയ്യൽ. ഇത് പദവിയിൽ എൻ്റെ റേഞ്ചിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്നെക്കാൾ ലോ ആയ ആളുകൾ അവരെ മൈൻഡ് ചെയ്യൂല. പിന്നെ ആരെ മൈൻഡ് ചെയ്യുള്ളൂ? മേലാളന്മാരെ, മുകളിലുള്ളവരെ മൈൻഡ് ചെയ്യുക. പാവപ്പെട്ടവർ കല്യാണത്തിന് ക്ഷണിച്ചാൽ, സൽക്കാരത്തിന് വിളിച്ചാൽ, മരണാനന്തര ആവശ്യങ്ങൾക്ക് ക്ഷണിച്ചാൽ പോകൂല. അവിടെ ആ മമ്മാലിന്റെ വീട്ടിൽ പോയിട്ട് തന്നെ കാര്യം, അതൊന്നൊന്നുമല്ല എന്ന മൈൻഡ്. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. മറ്റൊന്ന്, തന്റെ തെറ്റ് മറ്റുള്ളവർ തിരുത്തി തരുമ്പോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റ് തിരുത്തുന്നവനെ പ്രതിരോധിക്കുക, തള്ളിമാറ്റുക. എടാ നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ അത് തെറ്റല്ല, അത് ഇന്ന കാരണത്താലാ ഞാൻ ചെയ്തേക്കണേ എന്നും പറഞ്ഞിട്ട് അതിന് 100 ന്യായം. തെറ്റാണെങ്കിൽ കേട്ടോ, ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചില ആൾക്കാർ തെറ്റല്ലാത്ത കാര്യം, മുസ്ലിയാരെന്താ വെള്ളിയാഴ്ച ആ വാങ്ങൊടുക്കുമ്പോ തന്നെ ഇവിടെ വന്നോ ഒവ്വല് സൊപ്പിലാണ്ട് ഇരുന്നാല്, ഇത് കുറ്റം ഉണർത്തി തരാണ്. വെള്ളിയാഴ്ച എന്താ ആ വാങ്ങൊടുക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് ആ മുന്നിലിരുന്നാല്, അതെ അത് ഇമാമിന് വൈകി വരലാണ് സുന്നത്ത്, എന്തു പറഞ്ഞാലും മുസ്ലിയാർക്ക് ന്യായമാണ്. അതിനിപ്പോ എന്താ ചെയ്യാ? ഞാൻ സുന്നത്താണെങ്കിൽ ഇപ്പൊ ഹറമിലെപ്പോഴാണ് ഇമാമ് വരുന്നേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജുമഅക്ക് എപ്പോഴാണ് വന്നിരുന്നേ? ആ സുന്നത്തനുസരിച്ച്. അപ്പൊ ഒരാൾ വന്ന് പറയാണ്, അറിവില്ലെങ്കിൽ എന്താ ഇതിന്റെ മസ്അല എന്നാ ചോദിക്കേണ്ടത്. അങ്ങനെയല്ല, അതെന്താ നേരത്തെ ഇരുന്നാൽ എന്താ? അപ്പൊ അയാളോട് എന്താ പറയാ, നമ്മൾ ന്യായീകരിക്കല്ല, ഉള്ള സുന്നത്ത് പറഞ്ഞു കൊടുക്കുക. എന്തു പറഞ്ഞാലും ന്യായമാണ്. ന്യായമല്ല, വസ്തുത. എന്ന തെറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കണം. ഞാൻ അവിടെ ഞുണ്ടിന്യായം പറഞ്ഞാൽ അതെന്റെ കിബറിന്റെ ലക്ഷണമാണ്. ഇതുപോലെ തന്നെ വേഷത്തിൽ, വസ്ത്രത്തിൽ, വാഹനത്തിൽ, ഭവനത്തിൽ എല്ലാം കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊങ്ങച്ചം നടിക്കുക. ശ്രദ്ധിക്കണേ, കൂടിയ സാധനം ഉപയോഗിക്കൽ കിബറല്ല, അതല്ല. നല്ല വസ്ത്രമണിയൽ കിബറല്ല, നല്ല ചെരുപ്പണിയൽ കിബറല്ല, നല്ല വണ്ടി ഉപയോഗിക്കൽ കിബറല്ല. അതൊക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ട് പൊങ്ങച്ചം മനസ്സിലും ശരീര ബോഡി ലാംഗ്വേജിലും പ്രകടമാക്കുക, ഇത് കിബറിന്റെ അടയാളാണ്. ഇതുപോലെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഗർവോടുകൂടെ ഇറക്കൽ, അത് വലിയ പ്രശ്നം. ഞെരിയാണിയുടെ താഴേക്ക് വസ്ത്രം ബോധപൂർവം കിബറോടുകൂടി താഴ്ത്തി വെക്കുക, ഇത് വളരെ മോശ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഗർവോടുകൂടെ ഇറക്കി അണിയുന്നവർ ആ ആളുകളെ അല്ലാഹു കൃപയോടുകൂടി അന്ത്യനാളിൽ നോക്കൂല. ഇന്നല്ലാഹ, ബുഖാരി മുസ്ലിമിന്റെ ഹദീസ, തീർച്ചയായും അല്ലാഹു ലാ യൻദുറു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നോക്കുകയില്ല, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, കൃപയുടെ നോട്ടം നോക്കുകയില്ല. ഇലാമൻ ജറ ഇസാറഹു ബതറാ, തന്റെ ഉടുമുണ്ട്, അരയുടുപ്പ് ഞെരിയാണിയുടെ താഴേക്ക് ഏച്ചു വലിച്ച് നടക്കുന്ന ബത്തറൻ, ഗർവോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ താഴ്ത്തുന്നവരിലേക്ക് അള്ളാഹു നോക്കൂല. സന്തോഷത്തിന്റെ നോട്ടം, അന്ന് അള്ളാന്റെ സന്തോഷത്തിന്റെ നോട്ടാണ് ആകെയുള്ള പ്രതീക്ഷ, അത് കിട്ടൂല. ഈ പ്രഖ്യാപനം കേട്ട സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ തുണി പലപ്പോഴും ഞാൻ അറിയാതെ തുണിയുടെ ഒരു ഭാഗം ഞെരിയാണിയുടെ താഴേക്ക് വരാറുണ്ട്. എന്റെ കാര്യം കഷ്ടമായി പോയല്ല റസൂലേ, പടച്ച തമ്പുരാൻ
ഏറ്റവും അധികം റബ്ബിന്റെ കാരുണ്യം ആവശ്യമുള്ള അന്ത്യനാളിലെ ഭയാനക രംഗങ്ങൾ നടക്കുമ്പോ പടച്ചവന്റെ നോട്ടം എനിക്ക് കിട്ടാതെ പോകുമോ റസൂലേ? ഓടി വന്നിട്ട് ഈ പ്രഖ്യാപനം കേട്ടപ്പോ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, എന്റെ മുണ്ടിന്റെ തല പലപ്പോഴും ഞെരിയാണിയുടെ താഴേക്ക് വരാറുണ്ട്, എന്താകും എന്റെ ഗതി? റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂബക്കർ താങ്കൾ ഒരിക്കലത് കിബറോട് കൂടെ താഴ്ത്തി കൊടുത്തതല്ലോ, ഒരു അശ്രദ്ധ കൊണ്ട് താഴ്ന്നു പോയതല്ലേ, അത് സാരല്ല, അള്ളാഹു പൊറുക്കുന്നു. ചില ആൾക്കാർ വേറെ പറയും, ഞെരിയാണിയുടെ തോഴേക്ക് വസ്ത്രം ഇറങ്ങിയാൽ അപ്പരകത്തില്ല, അങ്ങനെയൊന്നും പറയണ്ട, ഇല്ലാത്ത എന്തിനാ പറയണേ? അപ്പൊ അശ്രദ്ധയോടുകൂടെ താഴേക്ക് പോയ ചാണകവും നജസൊക്കെ ആയിട്ട് വൃത്തികേടാവുമുണ്ട്. ഞാൻ മോശമല്ലല്ലോ, അതിനോട് കുറച്ച് ഇറങ്ങിക്കിടക്കട്ടെ എന്നുള്ള ആ ചിന്തയോടുകൂടെ ഉടുമുണ്ടണിഞ്ഞവർ അവരിലേക്ക് നോക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വസ്ത്രം കിബിറോടുകൂടി, ആ കിബിർ പ്രകടിപ്പിക്കാൻ വസ്ത്രമണിയുന്നത് അള്ളാഹുവിനെ ഏറെ വെറുപ്പാൻ. സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഒരു വ്യക്തി ഹുയലാഓടുകൂടെ വസ്ത്രമണിഞ്ഞു, അഹങ്കാരത്തോടുകൂടെ വസ്ത്രമണിഞ്ഞു. ആ ഒറ്റ കാരണത്താൽ ആ മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തി, ആ വ്യക്തിയെ ഭൂമിയിലേക്ക് ആഴ്ത്തി. ആ വ്യക്തി ഇപ്പോഴും താഴെ കാണ്ടുകൊണ്ടിരിക്കുകയാണ്, പയ്യെ 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 പയ്യെ. ലോകാവസാനം വരെ ഈ വ്യക്തി ഭൂമിയിൽ ആണ്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? വസ്ത്രത്തിൽ പൊങ്ങച്ചം വല്ലാതെ കാണിച്ചു. അള്ളാഹു ചെയ്ത നിഅമത്ത് എന്ന നിലക്ക് മൊഞ്ചുള്ള ഡ്രസ് അണിയുകയല്ല, വില കൂടിയ വസ്ത്രം അണിഞ്ഞതല്ല തെറ്റ്. അവൻ പൊങ്ങച്ചം നടിച്ചു വസ്ത്രത്തിലൂടെ. ആ ഒറ്റ കാരണത്താൽ ഭൂമിയിലേക്ക് ഇറക്കുകയും അവൻ നിരന്തരം ഏതേത് സമയത്തും ആണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് എന്ന്. മഹാജ്ഞാനികൾ ഈ വിഷയത്തിൽ പറഞ്ഞ പാഠങ്ങൾ എമ്പാടുമുണ്ട് പ്രിയപ്പെട്ടവരെ. സമയക്കുറവുകൊണ്ട് നീട്ടുന്നില്ല. മുത്തരിഫ് ബിനു അബ്ദില്ല എന്ന മഹാൻ മുഹല്ലബ് രാജാവിനെ കാണുകയാണ്. എങ്ങനെ? പട്ടിന്റെ ജുബ്ബ, പട്ട് പുരുഷന്മാർക്ക് ഹറാമാണ്. ഈ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ സമുദായത്തിലെ പുരുഷന്മാർക്ക് പട്ട് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാണ്, നമുക്കത് ഹറാമാണ്. പട്ടിന്റെ ജുബ്ബ അണിഞ്ഞുകൊണ്ട് ആ രാജപദവിയുടെ പ്രൗഢിയിൽ മുഹല്ലബ് രാജാവ് ഇങ്ങനെ നടന്നു പോകുന്നത് മുത്തരിഫ് ബിനു അബ്ദില്ല എന്ന മഹാജ്ഞാനി കാണുകയാണ്. അപ്പൊ പറഞ്ഞു, അല്ലെങ്ങാതി അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ, വിശ്വസിക്കേണ്ട വിധം അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച ഒരാളാണെങ്കിൽ ഈ നടപ്പ് നടക്കൂലാട്ടോ എന്ന് പറഞ്ഞു. മഹാനെന്താ? രാജാവ്. യഥാർത്ഥ പണ്ഡിതന്മാർക്ക്, ആരിഫീങ്ങൾക്ക് രാജാവും പ്രജയൊന്നും ഉണ്ടാവില്ല, അവർ കാര്യം മുഖത്തൂക്കി പറയും. ഇന്നത്തെ ആലിമീങ്ങൾ എല്ലാരും അതിന് കിട്ടൂല. രാജാവിനെ കാണുമ്പോൾ മറക്കും, പണക്കാരനെ കാണുമ്പോൾ മറക്കും. ഇത് മറന്നില്ല. അല്ല ചങ്ങാതി, പറഞ്ഞു രാജാവിനോട്, ഈ നടപ്പുണ്ടല്ലോ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച ഒരാളെ നടപ്പല്ലല്ലോ. ഉടനെ മുഹല്ലബ് രാജാവ് ആ മഹാനോട് ചോദിച്ചു, അമാ തഅരിഫുനി, എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നോട് ഇത് പറയേ, എൻ്റെ ജുബ്ബ കണ്ട് എൻ്റെ നടപ്പ് കണ്ടിട്ട് എന്നോട് ഇത് പറയേ, എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മഹാനായ മുത്തരിഫ് എന്ന ഹോജ പറഞ്ഞു, ബല അരിഫുക, എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാരാണ്. നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഈ പ്രദേശത്തിൻ്റെ ചക്രവർത്തിയാണ് അല്ലേ, നാട്ടുകാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ ചക്രവർത്തിയാണ്, അതിനപ്പുറം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബല അരിഫുക, അതിനപ്പുറത്ത് താങ്കളെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായത് ഞാൻ പറഞ്ഞു തരാം. അവ്വലുക നുത്ഫത്തുൻ ഖദിറത്തുൻ വആഖിറുക ജീഫത്തുൻ മുൻതിനത്തുൻ വഅൻത ബൈന ദാലിക തഹ്മിലുൽ അദ്റത. എന്താണ് മഹാൻ പറഞ്ഞത്? മുത്തരിഫ് റഹിമഹുല്ല മുഹല്ലബ് ചക്രവർത്തിയോട് പറഞ്ഞെന്താ?
നിങ്ങൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ട് തന്നെ പറയുന്നത്. ഔവലുക നുത്ഫത്തുൻ, താങ്കളുടെ ആദ്യാവസ്ഥ നുത്ഫത്തുൻ ഖദിറത്തുൻ, കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന, വസ്ത്രത്തിലായാൽ പെട്ടെന്ന് കഴുകിക്കളയുന്ന ബീജകണങ്ങളായിരുന്നു താങ്കൾ ആദ്യം. വആഖിറുക, ഇനി നിങ്ങൾ ചെന്നെത്തുന്ന നിങ്ങളുടെ അവസാനത്തെ അവസ്ഥ ജീഫത്തുൻ മുൻതിനത്തുൻ, നാറുന്ന ശവമായിരിക്കും. നിങ്ങൾ വലിയ മുഹല്ലബ് രാജാവൊക്കെ ആയിരിക്കും. ശ്വാസം നിലച്ചാൽ 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട രാജകൊട്ടാരത്തിലെ വേണ്ടപ്പെട്ടവർക്ക് പോലും നിങ്ങൾ ആവശ്യം ഉണ്ടാവില്ല. നാറുന്ന ശവമായി നിങ്ങൾ മാറും. ആദ്യം നിങ്ങൾ വെറുക്കപ്പെടുന്ന ബീജത്തുള്ളികളായിരുന്നെങ്കിൽ അങ്ങ് ഇനി എത്തിപ്പെടുന്ന അത് നാറുന്ന ശവമാകുന്ന അവസ്ഥയിലേക്കാണ്. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഈ സമയമുണ്ടല്ലോ, തഹ്മിലുൽ അസ്റത്ത, കാഷ്ടവണ്ടിയാണ് താങ്കൾ. കാഷ്ട ഈ വണ്ടിയിൽ താങ്ങി നടക്കുകയാണ്. കാഷ്ടം പുള്ളണ് പോയാൽ തല മിന്നിയാണ് വീഴും, സോഡിയൊക്കെ കുറഞ്ഞിട്ട്. അതിന്റെ ബലത്തിലല്ലേ ഈ ഞാനും നിങ്ങൾ എണീറ്റ് നടക്കണേ. വയറിന്റെ അകത്ത് ആ സാധനം ഇല്ലാണ്ടായി പോയാൽ തല കറങ്ങി വീഴൂലേ? നിങ്ങളുടെ സ്റ്റാർട്ടിങ് വെറുക്കപ്പെടുന്ന ബീജതുള്ളികളാണെങ്കിൽ, നിങ്ങളുടെ അവസാനം നാറുന്ന ശവമാണെങ്കിൽ, ഈ രണ്ടവസ്ഥകൾക്കുമിടയിൽ തഹ്മിലുൽ അസ്റത്ത, വിസർജ്യം വഹിച്ച് നടക്കുന്ന കാഷ്ടവണ്ടിയാണ് താങ്കൾ. രാജാവിനൊന്നും പറയാനില്ല, മന്ത്രിയും രാജാവും മൊയ്ലിയരും എല്ലാവരും ഇതാണ് അവസ്ഥ. നമ്മളിലേക്കൊന്ന് നോക്കിയാൽ ഗർവ്വ അഹങ്കാരമൊന്നും വരൂല. ഈ പാഠം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന ഇമാമുകൾ, നമ്മുടെ നായകന്മാർ, മാതൃകായോഗ്യരായ വലിമാർ, ഇവരൊക്കെ പല ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും തത്വജ്ഞാനപ്രകാരമുള്ള ഉപദേശങ്ങളിലൂടെയും നമുക്ക് ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മാറ്റണം. ഈ സ്വഭാവം മാറ്റിയാലേ നമുക്ക് ഈമാൻ ഫലിക്കുള്ളൂ, അമലു സ്വാലിഹാത്ത് ഫലിക്കുള്ളൂ. അള്ളാഹു ആ വിശുദ്ധി നമുക്കൊക്കെയും നൽകുമാറാകട്ടെ.